അതാണല്ലേ ഇപ്പോഴത്തെ കാലത്ത്. അല്ലാതെ വിദ്യാഭ്യാസം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് വീട് പണിക്ക് പാവപ്പെട്ടത് മാറി ഒത്ത് കിട്ടണ്ടേ? പിള്ളേരൊക്കെ പഠിച്ചു പോകും. പഠിച്ച് പിന്നെ നമ്മുടെ കാര്യം ബാങ്ക് തന്നെ ഇരിക്കണം. വീട്ടിലാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഒരെണ്ണം എഴുതി എത്ര വയസ്സായിരുന്നു? ഒരു പഴയ കാലത്തിൻ്റെ ദൃശ്യക്ഷിപ്പ്. ഇവിടെ ഫാനൊന്നും വേണ്ട, അത്രമാത്രം തണുപ്പാണ് ഈ വീടിനുള്ളിൽ. പഴയകാലത്തിൻ്റെ ഓർമ്മകൾ മനസ്സിനെ ശരിക്കും മതിക്കുന്നുണ്ട്. നോക്കൂ, ഈ വാതിൽ കട്ടിളകളും എല്ലാം പഴയകാലത്തിൻ്റെ പ്രതീതി അനുസ്മരിപ്പിക്കുന്നു എന്ന് പറയാതെ തരമില്ല. 200 വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണ്. ഇവിടെയാണ് അച്ഛനും അച്ഛൻ്റെ സഹോദരിമാരുമൊക്കെ താമസിച്ച വെള്ളൂത്തറ എന്നുള്ള വീട്. ആ വീടിൻ്റെ ഉമ്മറക്കൊലായിയാണിത്. ശരിക്കും തടിയിൽ തീർത്ത ഇന്നും നിലനിൽക്കുന്നൊരു വീട്. എൻ്റെ അച്ഛൻ്റെ തറവാടിൻ്റെ മുഖമാണ്. പഴയതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ. വെള്ളം കുടിക്കാനായിട്ട് ഗുളികയാണ്. കൊണ്ടുവരാൻ ചൂടാകാതെ വെള്ളം കുടിക്കാതെ അത് ചേച്ചി ചൂടാകാതെ എന്ന് പറയണത്. ദേഷ്യം വരാൻ കുടിച്ചോ? ശാലം കൂടെ കുടിച്ചോ? മരുന്നും കൊണ്ടുതരാം. ചേച്ചി പിന്നെന്താണ് വിശേഷം? പറ. മരുന്ന് കൊണ്ടോ? മരുന്ന് ഇപ്പൊ കൊണ്ടുതരാം. നീ എന്ന് വന്നടാ? ഞാൻ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് കുറെ നാളായില്ലേ. ഇപ്പൊ എത്ര നാളായി? ഒരു ഓർമ്മയില്ല. എത്ര നാളായി? 15 കൊല്ലമായി കാണും. നല്ല ഓർമ്മയുണ്ട് കേട്ടോ. എന്റെ ചീത്ത പറയാനായിട്ട് വഴക്ക് പിടിക്കാൻ ഓടി വരും. അങ്ങനെയല്ലേ ഓർമ്മിക്കുള്ളൂ. വളരെ സ്നേഹത്തിൽ പറഞ്ഞാൽ നമ്മൾ ഓർമ്മിക്കുവോ? അല്ലെ അവൻ വന്ന് വടക്കൂട്ടിട്ട് പോയെന്നൊക്കെ പറയില്ലേ? പണ്ടേ ഉള്ള ഓടിച്ചിട്ട് തരുമായിരുന്നു. അപ്പച്ചയൊക്കെ ഉള്ള കാലം അല്ലേ? അമ്മയാണെങ്കിൽ കുറേ വരും. എന്തായാലും നനഞ്ഞ തോർത്ത് കൊടുത്തോണ്ട് ഒരു ഓട്ടം ഉണ്ട് ഇവിടെ കേട്ടോ. പൊങ്ങപ്പള്ളിക്കുളത്തെ വിളിച്ചിട്ട് ഇപ്പൊ ആ പൊങ്ങപ്പള്ളി കുളമില്ലല്ലോ ഇവിടെ. അതെല്ലാം നികത്തി. അത് കണ്ടപ്പോ ഭയങ്കര സങ്കടം വന്നു കേട്ടോ. ശരിക്കും ഒരൊറ്റ കുളമില്ല, നമ്മളെ കുളമില്ല. ഞാനത് നോക്കി. ഒരൊറ്റ കുളം പോലും ഇല്ല, എല്ലാം പോയി. തൈപ്പറമ്പിലെ കുളവും പോയി. തൈപ്പറമ്പിലെ കുളം മുടിയോ? പാലപ്രായിലെ പോയി. പാലപ്രായ പറയുമ്പോ പോയി ചുറ്റു. പറഞ്ഞു കണ്ടില്ലേ? ഒരു വലിയൊരു വീടല്ലേ? അത് തന്നെ, വലിയൊരു വീടായി. ഇനിയിപ്പോ 2-3 നല്ല വീടുകൾ. ഇനിയിപ്പം പൊങ്ങപ്പള്ളി നമ്മളെ ഇടാട്ട് 3 വീടുകളുള്ളൂ. പുലിപ്പുറ പോയി. എന്തായാലും ശരി, പുലിപ്പുറയിലൊക്കെ എന്നാ വണ്ടിയിൽ അങ്ങോട്ടൊന്ന് പോകണം. ജസ്റ്റ് ആ പഴയ സ്ഥലം ഒന്ന് കാണാമല്ലോ. ആപ്പിച്ചേരിയിലും പോകണം. പുലിപ്പുറ മാറ്റിയിട്ടില്ല കേട്ടോ, വേറെ അതേപോലെ തന്നെ ഇരിക്കുന്നത്. അല്ല, പുലിപ്പുറയിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ക്രിസ്ത്യാനികളുണ്ട്. അഴിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളും അതിലൊന്നും പോകാറില്ല. അത് ശരി. പിന്നെ പെരുമ്പ്രായിലെ നമ്മുടെ ആൾക്കാരാ വാങ്ങിച്ചത്. അത് നല്ല കാര്യമായി. എന്തായാലും കുമരകം എന്നുള്ള നാടും കുമരകത്തെ അമ്പലവും എല്ലാം കാണാൻ കഴിഞ്ഞു. കുമരകം പ്രശസ്തിയായില്ലേ? പിന്നെ നിങ്ങളുടെ നാട്ടിൽ വന്നു. ഞാൻ എൻ്റെ ശങ്കരൻ നോവലിലും ഈ നാടിനെ കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വരവ്. വണ്ടി നിർത്തി കുട്ടികൾക്കൊക്കെ മിഠായി എടുത്തു. ശരി, എല്ലാവർക്കും സന്തോഷമായി. എന്തായാലും ചേച്ചി ചേട്ടനെ കാണാനും ചേച്ചിയെ കാണാനും ഒക്കെ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. വീണ്ടും കാണാം. എൻ്റെ അച്ഛൻ്റെ ജന്മസ്ഥലമാണിത്. ഇവിടെ ഈ വാഴയുടെ മുട്ടിലാണ് അച്ഛൻ്റെ സഹോദരിയെ 90-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അടക്കം ചെയ്തത്. 15 വർഷങ്ങൾക്ക് ശേഷമുള്ള എൻ്റെ ഈ വരവ് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൾ രാജൻ ചേച്ചിയാണ് എന്നോടൊപ്പം. അവരുടെ മക്കളെല്ലാം കല്യാണമൊക്കെ കഴിഞ്ഞ് വിവിധ സ്ഥലങ്ങളിലാണ്. രാജൻ ചേച്ചിയുടെ ഭർത്താവാണ് കലിക ബാബു എന്നറിയപ്പെടുന്ന വ്യക്തി. ഇവിടെ പണ്ടുകാലത്തൊരു വലിയ തോടുണ്ടായിരുന്നു. ആ തോടെല്ലാം
കാലത്തിൻ്റെ ഒഴുക്കിൽ അതെല്ലാം പോയി ഒരു ഇടുങ്ങിയ ചാല് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആ ചാലാണ് ഈ കാണുന്നത്. ആ ചാല് പണ്ട് ഇവിടെ 2-3 വള്ളങ്ങളൊന്ന് അടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ കാണുന്ന സ്ഥലം എൻ്റെ അച്ഛൻ്റെ സ്ഥലമായിരുന്നു. ഇപ്പോൾ പലരും വാങ്ങിച്ചു. ചേച്ചി ആ നെല്ല് കൊണ്ടുവരുന്ന വലിയ വള്ളം, വൈക്കോല് ഇതൊക്കെ കൊണ്ടുവന്നിരുന്ന വലിയ ഒരു തോട് തന്നെയായിരുന്നു. ഇപ്പോൾ എല്ലാം കാലഘട്ടം മാറി. തൊട്ടടുത്ത് ഒരുപാട് വീടുകളും ഒക്കെയായി. 15 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടോട്ട് എത്തിയപ്പം ശരിക്കും മനസ്സിൽ വല്ലാത്തൊരു സന്തോഷവും അല്ല, കാലം മാറിയപ്പോൾ ഒരുപാട് പേര് കാലഹരണപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കാലത്തിൻ്റെ ഒഴുക്കിലൂടെ കടന്നുപോയി എന്ന് വേണം പറയാൻ. അച്ഛൻ്റെ സഹോദരിമാരുമൊക്കെ താമസിച്ചിരുന്ന ഒരു പഴയ വീട്, ആ വീടിൻ്റെ മുന്നിലോട്ടാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഞാൻ ശരവൺ മഹേശ്വർ. ഇന്ന് എൻ്റെ ചാനലിൽ എൻ്റെ അച്ഛൻ്റെ തറവാടായ കുമരകത്തെ വേലൂത്തറയിൽ 15 വർഷത്തിന് ശേഷം ഞാനിവിടെ വരികയാണ്. ഞാനും എൻ്റെ കുടുംബവുമായിട്ട് ഇവിടെ വന്ന് എല്ലാവരെയും കാണുകയാണ്. ഇദ്ദേഹം വലിയൊരു നാടക നടനൊക്കെയാണ്. നാടക പ്രവർത്തകനും സംവിധായകനുമൊക്കെയാണ്. കലിക ബാബു എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ചേട്ടാ, എത്ര വർഷക്കാലം നാടകത്തിലുണ്ടായിരുന്നു? 20 വർഷത്തോളം. എന്തെങ്കിലും അവാർഡുകളും എല്ലാം കിട്ടിയിട്ടുണ്ടോ? അവാർഡുകൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. അത് ശരി. എടുത്തു പറയുന്ന കാലത്ത് ഇത് നാടക ട്രൂപ്പിൻ്റെ തന്നെ. അത് ശരി. പിന്നെ നാടകം എഴുതുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നാടകം സംവിധാനം ചെയ്യും. അത് ശരി. എഴുതുന്ന ചുരുക്കമാണ്. അത് ശരി. ശരി. ധാരാളം നാടകം സംവിധാനം ചെയ്തിട്ടുണ്ട്. ധാരാളം കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും നല്ല സ്റ്റേജിൽ എത്തുകയും ചെയ്തു. ഒരു പ്രാവശ്യം ഓർക്കാപ്പുറത്ത് നാടകത്തിൽ ഒരു പയ്യനെ എടുപ്പിച്ചു. അത്യാവശ്യം വേണ്ടി വന്നു. പയ്യൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യനൊരു വേറൊരു പേരുണ്ടായിരുന്നു. അത് ആർക്കും അറിയാൻ പറ്റായിരുന്നു. ഇവൻ്റെ നാട്ടിൽ ഈ നാടകം ബുക്ക് ചെയ്ത് കളിക്കാൻ ചെന്നപ്പോൾ നാട്ടിലുള്ള പിള്ളേരെല്ലാം കൂടെ ഇടാ മോനെ എന്നൊരു വിളിച്ചു. അപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കൂടെ ഞാൻ അഴി വെച്ചു കൊടുത്തു ഇവരിട്ട്. പയ്യൻ ബോധം കെട്ട് താഴെ വീണു. അന്നും അതാ പയ്യൻ പറയുന്നത്, ചേട്ടായി എവിടെ നാടുകൊണ്ടെങ്കിലും എന്നെ ഒന്ന് അടിച്ചേക്കണം. ഞങ്ങൾ പിന്നെ ആ പയ്യൻ ഉണർന്ന് ട്രെയിനിൽ വരുന്നിടം വരെ ഞങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആ പയ്യനെ വലിയ ഇഷ്ടമായി. അവനാണ് ഗീതയുടെ മെയിൻ നടനായിട്ട് വന്നത്. മെയിൻ നടനായിട്ട് വന്നത്. അങ്ങനെ ഒത്തിരി നേരെ കൊണ്ടുവന്നിട്ടുണ്ട്. റെയിൽവേയിൽ 15. റെയിൽവേയിൽ 15. പിന്നെ പട്ടാളത്തിൽ 15. പട്ടാളത്തിൽ 15 അല്ല, റെയിൽവേയിൽ 15 അല്ല. 10-30 വർഷം. ഇപ്പം വിശ്രമ ജീവിതമാണ്. കുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചെല്ലാം അവരവരുടെ വിട്ടു. അതെല്ലാം പോയി. ഞാനും വൈഫും മാത്രം ഇപ്പൊ വീട്ടിലുണ്ട്. ഞങ്ങൾ റെസ്റ്റ് ചെയ്തു. ശരി. എന്നെ കണ്ടപ്പോൾ എന്ത് ഈ 15 വർഷത്തിന് ശേഷം വളരെ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയ തലയാണ്. അന്ന് നല്ല തിക്ക് മുടിയായിരുന്നു. ഇന്ന് മുടിയില്ല. ഒന്ന് ഒരു ഫിലിം സ്റ്റാറിന്റെ ഒരു കട്ട്, ഒരു ഫിലിം സ്റ്റാറിന്റെ കട്ടുണ്ടെന്നാണ് പറയുന്നത്. പഴയ ഒരു നടന്റെ കട്ടുണ്ട്. ഏത് നടനാണെന്ന് ഓർമ്മയില്ല. ഞാൻ കണ്ടപ്പം അത് പറയണമെന്ന് വിചാരിച്ചു. എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലേക്ക്, അച്ഛൻ ജനിച്ചതും വളർന്നതും
അച്ഛൻ്റെ ബാല്യകാലവും യൗവനകാലവും ഒക്കെ ചെലവഴിച്ച് ഇവിടെ എല്ലാ വർഷവും സ്കൂൾ അടപ്പിന് ഞാനിവിടെ വരുമായിരുന്നു. അച്ഛൻ്റെ 2 സഹോദരിമാർ കൊച്ചപ്പച്ചയും വലിയപ്പച്ചയും 90 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് അവരിവിടെ നിന്നും മടങ്ങി. അവരുടെ മക്കളും ചെറുമക്കളും ഒക്കെ ആയിട്ട് ഒരു വലിയൊരു കുടുംബം ഇന്നിവിടെ വിവിധ വീടുകളിലായിട്ട് താമസിക്കുന്നു. അങ്ങനെ ചേട്ടനെയും കുടുംബത്തെയും കാണാമെന്നതാണ്. എന്തായാലും എനിക്ക് വളരെ സന്തോഷം. കാലം കഴിഞ്ഞാലും ഇദ്ദേഹത്തെ ഓർമ്മിക്കാനും ഇതുപോലൊരു കലാകാരൻ നിഷ്ഠഭജീവിതം നയിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എങ്ങനെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയും? എന്തായാലും അദ്ദേഹത്തിനും കുടുംബത്തിനും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.